എൻ്റെ പേര് ഡോക്ടർ ജയരാജ് എന്നാണ്. കാഞ്ഞങ്ങാട് സ്വദേശിയാണ്. ഞാൻ ടാറ്റ ക്വാളിറ്റി സർവീസിന്റെ ISO ലീഡ് ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ അമ്മയ്ക്ക് ഒരു 25 വർഷമായി നടുവേദന, കൈവേദന, മുട്ടുവേദന ഇതൊക്കെ ആയിട്ട് പല പല ഹോസ്പിറ്റൽസ് ഞങ്ങൾ പോകാത്ത സ്ഥലങ്ങളില്ല. ഏകദേശം കേരളത്തിലെ ഒട്ടുമിക്ക ഹോസ്പിറ്റലിലും ഞങ്ങൾ പോയി ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ യാതൊരു ഇമ്പ്രൂവ്മെന്റും ഇതുവരെയായിട്ടും കിട്ടിയിരുന്നില്ല. അതിനുശേഷമാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഹോസ്പിറ്റലിനെ പറ്റിയിട്ട്, നിത്യാനന്ദ ആയുർവേദിക് ഹോസ്പിറ്റലിനെ പറ്റിയിട്ട് പറയാനിടയായത്. ആക്ച്വലി അവന്റെ അമ്മക്കും ഇതേമാതിരി ഒരു ട്രീറ്റ്മെന്റ് മുട്ടുവേദനയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം എനിക്ക് പറയാം ഒരു 2 മാസം കൊണ്ട് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഇതും കൂടെ ഞാനൊരു ട്രൈ ചെയ്യാമെന്ന രീതിയിലാണ് ഞാൻ ഇവിടെ എത്തിയത്. കൊയിലാണ്ടിയിലാണ് ഈ ഹോസ്പിറ്റൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ടൗണിൽ നിന്ന് ഒരു പെട്ടെന്നുള്ള ആക്സസിബിലിറ്റി 1 കിലോമീറ്റർ ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ വന്ന് ആദ്യത്തെ ദിവസം തന്നെ ഒ പി കൺസൾട്ടേഷൻ നടത്തി. ഇവിടെ വന്നപ്പാട് തന്നെ ഇവിടെയുള്ള എൻവയോൺമെന്റ് വളരെ പ്ലീസിങ് എൻവയോൺമെന്റ് ആയിരുന്നു. ഇവിടുത്തെ സ്റ്റാഫും കാര്യങ്ങളും എല്ലാം വളരെ ഹെൽപ്പിംഗ് ആയിരുന്നു. അതിനുശേഷം ഇവിടുത്തെ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനെ കണ്ടു. അവർ ട്രീറ്റ്മെന്റ് രീതികളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ആദ്യത്തെ 10 days വീട്ടിൽ തന്നെയുള്ള ട്രീറ്റ്മെന്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 14 days ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അത് പ്രകാരം ഞങ്ങൾ ഇവിടെ ഹോസ്പിറ്റലിലെത്തി. 14 days ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. ഇന്നാണ് 14 days ട്രീറ്റ്മെന്റ് കഴിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഈ ട്രീറ്റ്മെന്റിനെ കൊണ്ട് സ്റ്റാർട്ടിങ് മുതൽ തന്നെ പല പല സ്റ്റേജസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ഫസ്റ്റ് 5 days ട്രീറ്റ്മെന്റിൽ ശരിക്കും പറഞ്ഞാൽ അമ്മ പറയാറുണ്ട് പെയിന് കൂടി വരുന്നു എന്നുള്ളൊരു ഇത് പറയാറുണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയാം ഒരു നല്ല ഒരു റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു പെയിൻ ഉണ്ടാവും. പെയിൻ ഉണ്ടായാലേ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗെയിൻ ഉണ്ടാവും. അപ്പോൾ 5 days കഴിഞ്ഞു. 5 days കഴിഞ്ഞിട്ട് ഒരു പറയാൻ പറ്റും 7 days കഴിയുമ്പോഴേക്കും നല്ല ആ പെയിനൊക്കെ മെല്ലെ കുറയാൻ തുടങ്ങി. കുറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോ 14th day ആണ്. ബാക്ക് പെയിൻ നിശേഷമായി 100% ഞാൻ പറയത്തില്ല, ഒരു 95% കുറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഷോൾഡർ പെയിനും എല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെന്റ് ഏകദേശം 14 days കഴിഞ്ഞിട്ട് ഒരു ഫോളോ അപ്പ് ഉണ്ട്. അതിന്റെ ഇടയ്ക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതൊരു രോഗം, ഇത് നമ്മുടെ ബാക്ക് പെയിൻ ആണോ, ഏത് ജോയിന്റ് പെയിൻ ആണോ, മസിൽ പെയിൻ ആണോ, we will be getting 100% satisfaction. I am thankful to every doctors, every staff. Thank you, Nityananda Hospital. Thanks.